സ്വന്തം രാജ്യത്ത് നേരിടുന്ന വംശഹത്യാ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ റോഹിംഗ്യകളെ ഇന്ത്യൻ അധികൃതർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത്. 38 റോഹിംഗ്യകളെ അത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ തള്ളി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്താണ് യാഥാർത്ഥ്യം? റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ബന്ധുക്കൾ ഓൺലൈൻ മാധ്യമമായ ദ വയറിനോട് സംസാരിച്ചതനുസരിച്ച് മെയ് 6-നാണ് ഇന്ത്യൻ അധികൃതർ നടപടി ആരംഭിക്കുന്നത്. ബയോമെട്രിക് രേഖകൾ ശേഖരിക്കാനെന്ന് കള്ളം പറഞ്ഞാണ് അഭയാർത്ഥികളായി എത്തിയവരെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഡൽഹിയിലെ ഉത്തം നഗർ, വികാസ്പുരി, ഹസ്തസൽ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ഡൽഹി പോലീസ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ പ്രധാനമായും കൂട്ടിക്കൊണ്ടുപോയത്. കുഞ്ഞുങ്ങളും പെൺകുട്ടികളും മുതൽ 66 വയസ്സായവർ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ദിവസം അവരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഡീറ്റെയിൻ ചെയ്ത ശേഷം മെയ് 7-ന് രാജ്യതലസ്ഥാനത്ത് തന്നെയുള്ള ഇന്റർലോക്ക് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ മാത്രമേ ബയോമെട്രിക് രേഖകൾ ശേഖരിക്കാനുള്ള സംവിധാനമുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ നിന്ന് 38 പേരടങ്ങുന്ന സംഘത്തെ എത്തിച്ചത് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിലായിരുന്നു. മെയ് 8-ഓടുകൂടി അഭയാർത്ഥികളെ മുഴുവനായി ഇന്ത്യൻ വെസലുകളിൽ കയറ്റി. കപ്പലിൽ വച്ച് അഭയാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായതായും ആരോപണങ്ങളുണ്ട്. കൂടാതെ കപ്പലിൽ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കപ്പൽ നേരെ പോയത് മ്യാൻമാർ തീരത്തേക്കാണെന്നും അവിടെ എത്തിയ ശേഷം ലൈഫ് ജാക്കറ്റുകൾ നൽകി കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നുമാണ് വിവരം. ദ വയറിന് നൽകിയ പ്രതികരണം അനുസരിച്ച് 12 മണിക്കൂറോളം എടുത്തു അഭയാർത്ഥികൾക്ക് കരയിലേക്ക് എത്തിച്ചേരാൻ. പലരും മ്യാൻമറിലേക്ക് അയക്കരുതെന്ന് യാചിച്ചെങ്കിലും ഇന്ത്യൻ അധികൃതർ ചെവികൊണ്ടില്ല എന്നാണ് വിവരം. നേരത്തെ അസമിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നുമുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യ തിരിച്ചയച്ചിരുന്നു. അതിൽ നിയമ നടപടികളും ഒരു പരിധിവരെ പാലിച്ചിരുന്നു. എന്നാൽ നിലവിലെ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ യാതൊരു നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത അഭയാർത്ഥികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. പോലീസ് ആരെയെങ്കിലും കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നാണ് ചട്ടം. അതൊന്നും ഈ വിഷയത്തിൽ പാലിച്ചിട്ടില്ല. ഭരണഘടനാ അനുച്ഛേദം 21-ന്റെ ലംഘനമാണ് അതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സാധാരണ ഒരാളെ തിരിച്ചയക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തം രാജ്യത്തെ എംബസിയുമായി ബന്ധപ്പെട്ട് പൗരത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. ഒപ്പം അയാളെ സ്വീകരിക്കാനുള്ള അവരുടെ സമ്മതവും ലഭിച്ചാൽ മാത്രമേ തിരിച്ചയക്കാനുള്ള യാത്രാരേഖകൾ നൽകുകയുള്ളൂ. എന്നാൽ ഇതൊന്നും 38 റോഹിംഗ്യകളുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. 1951-ലെ റെഫ്യൂജി കൺവെൻഷൻ ടൈം 1967-ലെ പ്രോട്ടോക്കോളുകളിലോ ഇന്ത്യ ഒപ്പുവച്ചിട്ടില്ല എന്നതാണ് റോഹിംഗ്യകളെ തിരിച്ചയക്കുന്നതിൽ ഇന്ത്യ പറയുന്ന ന്യായം. എന്നാൽ അതിൻ്റെ പേരിൽ വംശഹത്യ നേരിടുന്ന രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതുണ്ടോ എന്ന മാനുഷിക ചോദ്യവും ഉയരുന്നുണ്ട്. വിഷയം മെയ് 16-ന് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതിൽ റോഹിംഗ്യകളെ കടലിൽ വലിച്ചെറിഞ്ഞതിന് തെളിവുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. UN-ഉം അന്താരാഷ്ട്ര കോടതിയും റോഹിംഗ്യകളെക്കുറിച്ച് പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഉന്നയിച്ചായിരുന്നു ഹർജി സമർപ്പിച്ച മുതിർന്ന അഭിഭാഷകൻ കോളിൻ ഗോൺസാൽവസ് വാദിച്ചത്. റോഹിംഗ്യകൾ കുടിയേറ്റക്കാരല്ല, അഭയാർത്ഥികളാണ് എന്നതാണ് ഇരു അന്താരാഷ്ട്ര സംഘടനകളുടെയും നിലപാട്. ഹർജിയിൽ ജൂലൈ 31-ന് വീണ്ടും വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്.